അവർ ജീവിച്ച കാലത്ത് രേഖപ്പെടുത്തി. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏകാന്തവാസമാണ് നല്ലത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ആളുകളെ കൂട്ടത്തിൽ എവിടെ ചേർന്നാലും എവിടെ ഒരുമിച്ച് നിന്നാലും എന്തെങ്കിലും ഒരു കുറ്റം ആ സഭയിൽ നിന്ന് നമുക്ക് ലഭിച്ചു പോകുന്നു. മഹാനവർകൾ പറഞ്ഞു, ലാകിൻ യഖൂലുൽ ബഅദു മിൻ മുതഅഖിരിൽ ഫുളലാഇ യുസ്ലതു ദസ്സമാനി മുഫല്ലലാ ഇദ് നാദിറുൻ ഹഖ്ഖൻ ഖുലുവു മഹാഫിലി അൻ ഹൗബത്തിൻ ഫൻളുർ ലിനഫ്സിക അഖിലാ. ജനങ്ങളോടൊപ്പം ജുമുഅ ജമാഅത്തിൽ സംബന്ധിച്ച് ബഹുമാനമുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും സഹകരിച്ച് ഒരുമിച്ച് കഴിയലാണ് നല്ലതെങ്കിലും ഈ കാലഘട്ടത്തിൽ ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്, പിൽക്കാലക്കാരായ മുതഅഖിരീങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരിൽ ചിലര് പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ ഏകാന്തവാസമാണ് നല്ലത്. കാരണം ഇതിനാദിറുൻ ഹഖ്ഖൻ ഖുലുവു മഹാഫിലി അൻ ഹൗബത്തിൻ ഫൻളുർ ലിനഫ്സിക അഖിലാ. ഏതൊരാളോടൊപ്പം നമ്മൾ ചായ കുടിക്കാനിരുന്നാലും ഭക്ഷണം കഴിക്കാനിരുന്നാലും സൽക്കാരത്തിന് പോയാലും സിയാറത്തിന് പോയാലും ഹജ്ജിന് പോയാലും ഉംറക്ക് പോയാലും മഖാം സിയാറത്തിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നാലും ആരോടൊപ്പം കൂടിയാലും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്ന മജ്‌ലിസ് വളരെ കുറവാണ്. നല്ല സദസ്സല്ലേ മൗലിദിന്റെ സദസ്സ്, അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന ആൾക്ക് കിട്ടുന്നത് സമ്മാനം ഗീബത്താണ്. നല്ല മജ്‌ലിസല്ലേ ഉംറയുടെ മജ്‌ലിസ്, പോയി തിരിച്ചു വരുമ്പോ കുറെ ആൾക്കാരെ ഓപ്പറേഷനാ ലഭിച്ചത്. വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് ഫിത്നയും ഫസാദും നമീമത്തുമാണ് ലഭിക്കുന്നത്. അതാണ് അവർ കാരണം പറഞ്ഞത്. ഏതൊരു ചെറിയ സദസ്സിൽ സംഗമിക്കുമ്പോഴും കുറ്റമുക്തമായ സദസ്സ് വളരെ അപൂർവമാണ്. ആ ഒരു കാരണം കൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. നമ്മുടെ ജീവിതം നന്നാകാൻ, നമ്മുടെ മനസ്സ് നന്നാകാൻ, നമ്മുടെ ആഖിറം രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സഹവാസം. ആരോട് സഹവസിക്കുമ്പോഴാ നമ്മൾ നല്ലവരാകുന്നത്, ആരെ മുറുകെ പിടിക്കുമ്പോഴാ നമുക്ക് നല്ല വഴി ലഭിക്കുന്നത്. ദുനിയാവിൽ ആരെയാണ് സ്വീകരിക്കേണ്ടത്, ആരെ പിൻപറ്റിയാണ്, ആരെ തുടർന്നാണ്, ആരോടാണ് എന്നും സലാം പറഞ്ഞ് ജീവിക്കേണ്ടത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, മൻ ഹഖ്ഖുൻ നാസി ബിഹുസ്നിസ് സുഹ്ബാ, ഏറ്റവും നല്ല സഹവാസം ഞാൻ പാലിക്കേണ്ടത് ആരോടാണ്? നീ നല്ല ബന്ധവും നല്ല സഹവാസവും പാലിച്ച് ജീവിക്കാൻ ജനങ്ങളിൽ ഏറ്റവും ബന്ധപ്പെട്ടത് ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. ഉമ്മയോട് നീ നല്ല സഹവാസം പാലിക്കണം. പിന്നെ ആരോടാണ് നബിയെ? പിന്നെയും നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? പിന്നെയും നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? പിന്നെ നിന്റെ ഉപ്പയോടാണ്. നല്ല സഹവാസം അവരോട് പുലർത്തണം. ഉമ്മാന്റെ അടുത്ത് ഇരിക്കാനും സംസാരിക്കാനും നേരം വേണം. ഉമ്മയും ബാപ്പയും ഒരു വീട്ടിലാണ്, മക്കള് 4 വീട്ടിലാണ്. എന്നാ 4 വീട്ടിലെ മക്കളും ഉപ്പയോടൊപ്പം ഉമ്മയോടൊപ്പം ഒരുമിച്ചിരിക്കണം. എല്ലാ ദിവസവും വേണോ? എല്ലാ ദിവസവും വേണം. എല്ലായ്പ്പോഴും അവരെ കാണണോ? എല്ലാ ദിവസവും കാണണം. നാട്ടിലുള്ള ആളുകൾക്ക് അതിന് പ്രയാസമില്ല. വിദേശത്തുനിന്ന് ജോലി കഴിഞ്ഞ് ലീവിന് വരുന്നവർ കിട്ടുന്ന 2 മാസം ഒരൊറ്റ ദിവസവും ബാപ്പയോടൊപ്പം 1.5 മണിക്കൂർ രാവിലെയും വൈകുന്നേരവും ചെലവഴിക്കാൻ നേരം കാണണം. കാരണം ബാപ്പയോടൊപ്പം ഉമ്മയോടൊപ്പം ഇരിക്കുന്ന ഇരുത്തം ഏറ്റവും നല്ല സഹവാസമാണ്, ഏറ്റവും നല്ല അനുഭൂതിയാണ്. ചിലരുണ്ട്, അവര് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ബാപ്പാനെ കാണുള്ളൂ, വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉമ്മാനെ കാണുള്ളൂ, നാട്ടിലുണ്ടായാലും പെരുന്നാളിന്റെ അന്ന്. അങ്ങനെ പോരാ, എല്ലാ ദിവസവും സഹവാസം പുലർത്തേണ്ട, സഹവാസം നല്ല രീതിയിൽ നൽകേണ്ട, നല്ല രീതിയിൽ സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല 2 വിഭാഗമാണ് ബാപ്പയും ഉമ്മയും. അവരോട് നല്ല സഹവാസം പാലിക്കണം. എന്നും അവരോടൊപ്പം ഒരുമിച്ച് കൂടണം, അവരോടൊപ്പം സംസാരിക്കണം, അവരോടൊപ്പം ആശയവിനിമയങ്ങൾ നടത്തണം. കാരണം ബാപ്പാന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന കൂലിയും പ്രതിഫലവും മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നില്ലല്ലോ.
ഭാര്യന്റെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാളും കൂടുതൽ പുണ്യം ബാപ്പാന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുന്നതിനുണ്ട്. അവരെ മുഖത്തേക്ക് നോക്കുന്നതിന് ഹജ്ജിന്റെ പ്രതിഫലമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ കൂട്ടത്തിലൊരു സഹാബി ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു ദിവസം 100 തവണ എന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാലോ നിങ്ങൾക്ക് 100 ഹജ്ജിന്റെ പ്രതിഫലമാണ്. ഇനി ചില ആൾക്കാർക്ക് പേടിയാണ്. ബാപ്പാന്റെ ബാപ്പാന്റെ ഉമ്മാന്റെ അടുത്തേക്ക് പോകാൻ ചില ആളുകൾക്ക് പേടിയാണ്. എന്താ പേടിയെന്നറിയോ? അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ബാപ്പയും ഉമ്മയും ഓരോ മുറാദ് പറയും. ആ മുറാദ് ഹാസിലാക്കാൻ എന്തെങ്കിലും കാശ് കൊടുക്കേണ്ടി വരും. അപ്പൊ ചിലർക്ക് പോകാൻ പേടിയാണ്. എപ്പോ പോയാലും ചിലപ്പോൾ ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടാകണല്ലോ, അത് കേൾക്കണല്ലോ. അതാ നല്ല സഹവാസം എന്ന് പറഞ്ഞത്. അല്ല പോയിട്ട് അസ്സലാമു അലൈക്കും സുഖല്ലേ, ഞാൻ നാളെ വരട്ടോ, അതിനല്ല. നമ്മൾ പോയി നോക്കുമ്പോൾ ഉമ്മ പറയുന്നു, മോനെ ഒരു ആഗ്രഹമുണ്ട്, കുറെ ആയി ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഒരു പക്ഷെ അങ്ങാടിയിലൊക്കെ പോയാൽ നല്ലോണം കിട്ടാൻ സാധ്യത ഉണ്ട്. എല്ലാ സമയത്തും കിട്ടൂല. എന്താ ഉമ്മ, കഴിഞ്ഞ മാസമൊക്കെ അന്വേഷിച്ചു, മാമ്പഴം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, നമ്മുടെ നാട്ടിലൊക്കെ പഴിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ അങ്ങാടിയിലൊക്കെ എത്തിനാ നീ 1 കിലോ മാമ്പഴം വാങ്ങിട്ടു. ഇയാൾ മാമ്പഴം വാങ്ങാൻ പോയി നോക്കുമ്പോൾ മാമ്പഴത്തിന് നല്ല വിലയാണ്. എല്ലായിടത്തും സർവ്വവ്യാപകമായിട്ട് എത്തിയില്ലല്ലോ, നാട്ടിലൊക്കെ വരുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ മാമ്പഴേ ഉള്ളൂ പലയിടത്തും. അപ്പൊ മാർക്കറ്റിൽ ചോദിച്ചു എന്താ വില? കിലോന് നല്ല മാങ്ങയാണെങ്കിൽ 320. 320 കിലോ വാങ്ങിക്കൊണ്ടുപോയി. 320 എത്ര ചെറുതാ. ഉമ്മാനോടുള്ള സ്നേഹവും ബഹുമാനം കാണിക്കുന്നിടത്ത് 320, 3000, 30,000, 3 ലക്ഷം ഒക്കെ ചെറുതല്ലേ? ആ ഒരൊറ്റ കിലോ മാമ്പഴം വാങ്ങിക്കൊണ്ടുപോയിട്ട് ഉമ്മാനടുത്ത് കൊടുത്തതാ ഉമ്മ. കേടുണ്ടോന്ന് അറിയില്ല, കാരണം പുറം നോക്കിയാ വാങ്ങിയത്, മുന്തിയ തന്നെ വാങ്ങിയത്, ഇതിനേക്കാളും വിലയുള്ള ഇല്ല, പിന്നെ താഴെ വിലയുള്ളതാണ്. സന്തോഷമായിട്ട് ഉമ്മാന്റെ കൂടെ ഇരുന്നിട്ട് അതൊക്കെ ചെത്തി കൊടുത്ത് റെഡിയാക്കിയിട്ട് ഉമ്മ ഇങ്ങനെ ബിസ്മിൻ ചൊല്ലി ഭക്ഷിക്കുമ്പോ മോനെ നല്ല റാഹത്ത്, നല്ല മധുരമുണ്ട്. ഏതായാലും ഒന്നുകൂടി ചെത്ത് 2 എണ്ണം ഉമ്മാക്ക് ചെത്തി കൊടുത്ത് ഉമ്മ ഇങ്ങനെ ഭക്ഷിച്ച് നമ്മളോട് കൂടെ ചെലവഴിക്കുന്ന ആ സമയല്ലേ, അത് ജീവിതത്തിലെ ഏറ്റവും നല്ല നേരമാണ്, അമൂല്യമായ നേരമാണത്. അവരോടൊന്ന് സഹവാസം പുലർത്തിയിട്ട് സംസാരങ്ങൾ കേട്ട് സമാശ്വസത്തിന്റെ വാചകങ്ങൾ പറഞ്ഞ് ആ വാചകങ്ങൾ അവരെ മനസ്സിൽ സന്തോഷത്തിന്റെ ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകുന്ന സന്തോഷത്തിന്, നമ്മുടെ മനസ്സിന്റെ പുരോഗതിക്ക്, സന്തോഷത്തിന് മറ്റു വഴികളെക്കാൾ കൂടുതൽ നല്ലത് അതാണ്. അതുകൊണ്ടാണ് നല്ല സഹവാസം പാലിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തങ്ങളെ കൂടെ ഒന്ന് ഫർള് കിഫയായ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിച്ച് വാഹനം റെഡിയാക്കി എല്ലാ സാമഗ്രികളും ഒരുക്കി, ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി എല്ലാം റെഡിയാക്കി നിൽക്കുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഉമ്മാൻ ഒറ്റക്കിട്ട് പോവുക, ഉമ്മാക്ക് പുരയിൽ ആരുമില്ല. അല്ല ഉമ്മ, എന്റെ ഒരു ആഗ്രഹമാണ്, എന്റെ കുറെ കാലത്തുള്ള ആഗ്രഹമാണ്, ഇനി നടക്കൂലെങ്കിലോ. അല്ല എനിക്കിവിടെ ആരുമില്ല, നിങ്ങൾ പോയിട്ട് ഷഹീദാവിന് എനിക്കാരുള്ളത്. ഷഹീദാകുന്നതിന് ഉമ്മാക്ക് എതിരൊന്നുമില്ല, പക്ഷെ ഉമ്മ ഈ മകന്റെ സഹവാസം ആഗ്രഹിക്കുന്നു. മകൻ ഇവിടെ നിൽക്കണം. അപ്പുറത്തുള്ളത് ഫർള് കിഫയാണ്, അതും ആരോടൊപ്പമാണ് നിർവഹിക്കാൻ പോകുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം. ഉമ്മ എത്ര പറഞ്ഞിട്ടും മകന്റെ ആവേശത്തിനൊരു കുറവില്ല, പോകണം 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 എന്ന് തന്നെ. അവസാനം ഉമ്മ പറഞ്ഞു, മോനെ, നിന്നെ വളർത്തിയത്, നിനക്ക് മുലയൂട്ടിയത്, ശിക്ഷണം നൽകിയത്, എന്റെ ശരീരം മുഴുവനും നിനക്ക് വിരിപ്പായി വിരിച്ചു തന്നത് ഞാനല്ലേ, നീ ഞാൻ പറയുന്നത് തീരെ ഗൗനിക്കുന്നില്ലേ എന്ന് ഗൗരവതരമായ ഭാഷയിൽ ചോദിച്ചപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എനിക്ക് പോയേ പറ്റൂ എന്ന് വാശി പിടിച്ചിരുന്ന മഹാനായിരുന്നു സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വാഹനവുമായി എത്തുന്നതിന് മുമ്പ് ഇതേ വിഷയങ്ങൾ മുഴുവനും അറിയിച്ചുകൊണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട് പറഞ്ഞു. ഉമ്മ വന്ന മേറ്റർ മുഴുവനും പറഞ്ഞു, ഉമ്മ പറഞ്ഞതൊക്കെ പറഞ്ഞു. വാഹനവുമായിട്ട് നല്ല സന്തോഷത്തോടെ വന്നപ്പോ അബൂ ഹുറൈറ, ഉമ്മ നിങ്ങൾക്ക് പ്രത്യേകം നൽകിയ മുലപ്പാല് വരെ ഓർമ്മിപ്പിച്ചിട്ടും നിങ്ങൾ പിന്തിരിഞ്ഞില്ല അല്ലേ? ഉമ്മ നിങ്ങൾക്ക് നൽകിയ ശിക്ഷണം പോലും നിങ്ങൾ മറന്നു അല്ലേ? നിങ്ങൾ എന്റെ കൂടെ വരാൻ പാടില്ല, നിങ്ങൾ തിരിച്ചു പോകണം. ആ ഉമ്മാക്ക് നിങ്ങൾ സന്തോഷം കൊടുക്കണം, അവരോടൊപ്പം നിങ്ങൾ ജീവിക്കണം. അള്ളാഹു നിങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു സമയം വരട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തൗഫീഖ് നിങ്ങൾക്ക് ലഭിച്ചാൽ എന്റെ കൂടെ വരാം.
സഹോദരങ്ങളെ, ആരാണ് ആഗ്രഹം പ്രകടിപ്പിച്ച മഹാൻ? സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൂടെ പോകാനല്ലേ? തങ്ങളെ കൂടെ അങ്ങനെ ഒരു വിഷയത്തിന് സംബന്ധിക്കുന്നതിന് തങ്ങളില്ലാത്ത സമയത്ത് സംബന്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ മഹത്വമല്ലേ? ആ മഹത്വം പിന്നെ ഒരു കാലത്തും ലഭിക്കൂലല്ലോ. എന്നിട്ടും അവിടുന്ന് പരിഗണിച്ചത് സ്വന്തം ഉമ്മയുടെ ആഗ്രഹവും താല്പര്യവുമാണ്. നമ്മൾ മനസ്സിലാക്കണം, നാട്ടിൽ അത്യാവശ്യം ജീവിക്കാനുള്ള നല്ല വരുമാനമുള്ള കടയുണ്ട്, ജോലിയുണ്ട്. പക്ഷേ കൂടുതൽ പുരോഗതി ലഭിക്കും വിദേശത്തേക്ക് നല്ലൊരു ജോലിക്ക് പോയാൽ. എതിരൊന്നുമില്ല, ഒരെതിരുണ്ട്. ആരാണെതിര്? ഉമ്മാക്ക് നമ്മളെ പിരിയാൻ പറ്റൂല, വാപ്പാക്ക് നമ്മളെ പിരിയാൻ പറ്റൂല. നമ്മളെ മനസ്സിലൊരു സമ്മർദ്ദം പിടിമുറുക്കുകയാണ്. എല്ലാവിധ വാഗ്ദാനങ്ങളും തന്ന് കാശ് കൊടുത്താൽ മതി, അടുത്ത ആഴ്ച തന്നെ കേറാം. ബാപ്പക്ക് ഉമ്മക്ക് മോഹമില്ലാതെ, അവർക്ക് അനുവാദമില്ലാതെ, അവർക്ക് സന്തോഷമില്ലാതെ നമുക്കങ്ങനെ ഒരു ദുനിയാവ് വേണോ? നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല സഹവാസം പാലിക്കാൻ ഈ ഭൂമി ലോകത്ത് നമ്മളോട് കൽപ്പിച്ച വിഭാഗമാണ് മാതാപിതാക്കൾ. അവരോട് നല്ല സഹവാസം പാലിക്കണം. എപ്പോൾ പോയാലും സുഖദുഃഖ വിവരങ്ങൾ അന്വേഷിക്കണം. നല്ല ക്ഷേമൈശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യണം. അവരോടൊപ്പം ഇരിക്കണം. ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ മകൻ ശ്രദ്ധിക്കണം, മകൾ ശ്രദ്ധിക്കണം. നല്ല താല്പര്യങ്ങൾ നൽകിയിട്ട് റാഹത്തോടെ അവരെ ഭക്ഷിപ്പിക്കണം. പോരാ, ആ ഉമ്മയുടെ കൈപിടിച്ച് ബാപ്പയുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യണം. ബാപ്പക്കും ഉമ്മക്കും ചിലർ മുസാഫഹത്ത് ചെയ്യൂല. ബാപ്പാന്റെയും ഉമ്മാന്റെയും കൈപിടിച്ച് ചുംബിക്കൽ സുന്നത്താണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്താണത് സുന്നത്താകാനുള്ള കാരണം? ബിവിലാദ, ജന്മം നൽകി എന്ന കാരണമാണ്. ബാപ്പക്ക് ഇൽമുണ്ടോ ഉമ്മക്ക് അമലുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, നിനക്ക് ജന്മം നൽകിയ ബാപ്പയും ഉമ്മയുമല്ലേ. അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് നിനക്ക് വഴിയൊരുക്കി തന്നതാ ബാപ്പയും ഉമ്മയും അല്ലേ. നിനക്ക് ശിക്ഷണം നൽകിയത് അവരല്ലേ. അവരെ കൈപിടിക്കുന്നത് സുന്നത്താണ്, ദുആ ചെയ്യിപ്പിക്കുന്നത് സുന്നത്താണ്, കൈമുത്തുന്നത് സുന്നത്താണ്. ചിലര് സയ്യിദന്മാരെ കൈ മാത്രമേ മുത്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. അല്ലല്ല, ബാപ്പാന്റെ ഉമ്മാന്റെ കൈ പിടിക്കണം, സുന്നത്താണ്. മുമ്പൊരു ഹജ്ജിന് പോകുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു, ബാപ്പാനോട് ഉമ്മാനോട് പറഞ്ഞു, അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു അരമണിക്കൂർ നിങ്ങൾ ഉള്ളിൽ പോയത് പിന്നെ എന്തിനാ? അത് ഭാര്യയെ വിളിച്ച് ഒരുപാട് നസീഹത്ത് കൊടുക്കണ്ടേ, അതിന് പോയതാണ്. നല്ലൊരു കാര്യം കൂടി ചെയ്യും. അപ്പുറത്തുണ്ടാവും ബാപ്പ, ബാപ്പാന്റെ കൈ പിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്ത് ഒന്ന് ചുംബിച്ചു വരണം. അപ്പൊ ഹജ്ജിന് പോകുന്ന അയാൾക്ക് സംശയം, അത് ചുംബിക്കണം, ചോദിക്കാനോട് ചുംബിക്കണം. ചുംബിക്കൽ സുന്നത്താണ്, ചുംബിച്ചോട്. നിങ്ങളെ മൂക്കൊന്നും കേടുവരില്ല, മൂക്ക് നന്നാകെയുള്ളൂ. നിങ്ങൾ നെറ്റിയും നിങ്ങളെ മുഖവും നന്നാകെയുള്ളൂ. ഉമ്മാന്റെ കൈയും പിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്ത് കൈയൊന്ന് ചുംബിച്ചോളൂ, സുന്നത്താണത്. അപ്പൊ ചോദിക്കാണ്, ഉസ്താദെ കൈ ചുംബിക്കണോ? ചുംബിക്കണം. ബാപ്പയോടും ഉമ്മയോടുള്ള നല്ല സഹവാസം എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യം പിടിക്കാൻ പാടില്ല, ദേഷ്യത്തിന്റെ ഒരു കണ്ണുകൊണ്ട് നോക്കാൻ പോലും പാടില്ല. നമ്മളെ മക്കളിലേക്ക് ഒരു പക്ഷേ നമ്മൾ ദേഷ്യപ്പെട്ട് അവരനുസരിക്കാൻ വേണ്ടി ഒന്ന് നോക്കിയാലും, ഭാര്യ അനുസരണക്കേട് കാണിക്കുമ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കിയാലും, അനുസരണക്കേട് കാണിക്കുന്ന ബാപ്പാനോടും ഉമ്മാനോടും കണ്ണുരുട്ടാൻ നമുക്ക് പെർമിഷൻ ഇല്ല. ബാപ്പാനെ പറ്റി ഉമ്മാനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത് എന്താ? നമ്മൾ പറഞ്ഞ അനുസരിക്കാത്ത ബാപ്പാനോടും ഉമ്മാനോടും നമ്മൾ കണ്ണുരുട്ട്. നമ്മളെ കണ്ണങ്ങ് വീസായി പോകുന്നല്ലാതെ അവർക്കൊന്നുമില്ല. നമ്മൾ അവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ്, ഖിദ്മത്ത് ചെയ്യേണ്ടവരാണ്, കൂടെ നിന്ന് കൊടുക്കേണ്ടവരാണ്. അങ്ങനെയാണ് മഹാന്മാരായ മഹാന്മാർക്കൊക്കെ വിജയം കിട്ടിയത്. അവരേറ്റവും നല്ല ബന്ധം പുലർത്തിയതും ബന്ധം കാഴ്ചവെച്ചതും സഹവസിച്ചതും ബാപ്പയോടും ഉമ്മയോടുമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറഞ്ഞ വർഷമല്ലേ മാതാവിന്റെ സഹവാസം അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷേ ആ സഹവാസം അനുഭവിച്ച ആ കുഞ്ഞുനാളിലെ ഓർമ്മകൾ പുതുക്കിയാണ് സിയാറത്ത് ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയി. വബകാ മൻ ഹൗലഹു, ചുറ്റുമുള്ളവരെ കരയിപ്പിച്ചു. ഇടക്കിടക്ക് തങ്ങൾ സിയാറത്ത് ചെയ്യുന്ന ഉമ്മമാരെ ഒന്ന് എണ്ണിത്തരുമോ?
ഞാൻ എണ്ണിത്തരാം സഹോദരങ്ങളെ. ഇടക്കിടക്ക് തങ്ങൾ കാണാൻ പോകുന്ന ഉമ്മമാരാരാണ്? ഒന്ന് ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹാ. അവിടുന്ന് ജന്മം നൽകിയ മാതാവാണോ? അല്ല. കുട്ടിക്കാലത്ത് തങ്ങളെ പോറ്റി വളർത്തിയ പരിചാരകരിൽപ്പെട്ട ഒരാളാണ്. അബ്ദുൽ മുത്തലിബ് വിളിച്ച് പ്രത്യേകം എന്റെ മോനെ നോക്കണമെന്ന് ചെറുപ്പകാലത്ത് നിർദ്ദേശം നൽകിയിട്ട് അവിടുത്തെ ഹാദിനത്തായി പരിചാരകയാകാൻ ഭാഗ്യം കിട്ടിയ ഉമ്മു ഐമനാണ് റളിയല്ലാഹു അൻഹാ. ആ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടക്കിടക്ക് കാണാൻ പോകാറുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞതാരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങളെ വഫാത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, നമുക്കൊന്ന് ഉമ്മു ഐമൻ ബീവിയെ ഒന്ന് സന്ദർശിക്കാൻ പോയാലോ? കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂറുഹാ. ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നൊരു വീടല്ലേ അത്? എന്തിനാ തങ്ങൾ അങ്ങോട്ട് പോകുന്നത്? കുട്ടിക്കാലത്ത് പരിചരണം നൽകി പരിരക്ഷണം നൽകിയത് മറക്കാനായോ? 40 ശേഷം മറക്കാനായോ? 50 ശേഷം മറക്കാനായോ? 60 ശേഷം മറക്കാനായോ? ഇല്ലേ, ഇല്ല. രണ്ടുപേരും ആ വീട്ടിലേക്ക് പോയി. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ വിരിയുടെ അപ്പുറത്താണ്. ഉമ്മു ഐമൻ ബീവിയോട് സമ്മതം ചോദിച്ചു വീട്ടിലേക്ക് കയറട്ടെ. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ സമ്മതം നൽകി. വീട്ടിൽ ഈ രണ്ട് മഹാന്മാരും എത്തിയ ഉടനെ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഉമ്മു ഐമൻ ബീവി, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനാണോ കരയുന്നത്? മുത്തുനബി തങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹ് ഖൈറല്ലേ കണക്കാക്കിയത്, ഷർറൊന്നും കണക്കാക്കൂലല്ലോ. തങ്ങളുടെ ജീവിതത്തിലും ഖൈറാണ്, വഫാത്തിന് ശേഷവും തങ്ങൾക്ക് ലഭിക്കുന്നത് ഖൈറാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, തങ്ങൾ വഫാത്തായതിന്റെ പേരിലല്ല ഞാൻ കരയുന്നത്. ഞാൻ ചിന്തിച്ചു പോയി, ഇനി നമ്മൾക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് സങ്കീർണതകൾ വന്നാലും വഹി ഇറങ്ങൂലല്ലോ. തങ്ങളുണ്ടാകുമ്പോ എന്തൊരു എളുപ്പമാണ്. മക്കയിലല്ല, മദീനയിലല്ല, കൂഫയിലല്ല, ബസ്രയിലല്ല, ഇറാഖിലല്ല, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അള്ളാഹു തങ്ങൾ മുഖേന പ്രതിവിധി തന്നില്ലേ, വഹി തന്നില്ലേ, നിർദ്ദേശങ്ങൾ തന്നില്ലേ, നമുക്ക് എളുപ്പം വന്നില്ലേ. എത്ര പ്രശ്നങ്ങൾക്കാണ് വഹിയിലൂടെ നിർദ്ദേശം കിട്ടിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾക്ക് നിർദ്ദേശം വന്നത് വഹി മാർഗത്തിലൂടെയല്ലേ. അത് നിർത്തപ്പെട്ടു പോയല്ലോ. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗൗരവം ചിന്തിക്കുന്നത്, ഉമർ റളിയല്ലാഹു അൻഹും ഗൗരവം ചിന്തിക്കുന്നത്. രണ്ടുപേരും കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത്, തങ്ങളിടക്കിടെ സന്ദർശിക്കുന്ന ഒരു വീടാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ വീട്. മറ്റൊരു വീടാണ് ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹയുടെ വീട്. മറ്റൊരു വീടാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ വീട്. മദീനയിൽ എത്തിയിട്ടും ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയോടുള്ള ബന്ധം ഒരിക്കൽ പോലും തങ്ങൾ കുറച്ചിട്ടില്ല. കാരണം 8ാമത്തെ വയസ്സു മുതൽ 25ാമത്തെ വയസ്സ് വരെ, അതിനുശേഷവും ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ പരിഗണന നൽകിയിട്ട് ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. തങ്ങൾക്കുള്ള പാത്രത്തിൽ അലി റളിയല്ലാഹുവിന് ഭക്ഷണം വിളമ്പൂല, ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന് ഭക്ഷണം കൊടുക്കൂല, മറ്റു സഹോദരിമാർക്കൊന്നും ഭക്ഷണം കൊടുക്കൂല. വലിയ ബഹുമാനമല്ലേ നൽകിയത്. ഭക്ഷണത്തിന് അവരൊക്കെ നേരത്തെ എത്തുന്ന സമയത്ത് ഫാത്തിമ ബിൻത് അസ്ദ് റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരൽപ്പം നിങ്ങൾ കാത്തു നിൽക്കണം, അൽ അമീൻ വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം വലിയ സ്നേഹബന്ധമാണ് ഫാത്തിമ ബിൻത് അസ്ദ് റളിയല്ലാഹു അൻഹയോട് കാണിച്ചത്. ദീർഘകാലത്തെ സംരക്ഷണം ഏറ്റെടുത്ത് ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടെ തങ്ങളോടുള്ള ആത്മബന്ധം നിലനിർത്തിയ ഉമ്മ
ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ നമ്മളെ ഉമ്മമാര് ഉപ്പമാര് പലരും വഫാത്തായി പോയില്ലേ? അല്ലാഹു അവർക്ക് ദറജേറ്റി കൊടുക്കട്ടെ. സ്വർഗീയമായ സുഖങ്ങളിലൂടെ അല്ലാഹു തആല സന്തോഷം കൊടുക്കട്ടെ. ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് അല്ലാഹു അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായി എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബേജാറ് സ്വഹാബത്ത് പറയുന്നു, ചെറിയ ബേജാറല്ല. തങ്ങൾ വേഗം പോകുന്നു. ജനാസ കുളിപ്പിക്കുന്ന സഹോദരിമാരോട് ഉമ്മമാരോട് പറയുന്നു, കുളിപ്പിക്കൽ കർമ്മം കഴിഞ്ഞാൽ ഉടനെ എന്നെ അറിയിക്കണം. അപ്പൊ തങ്ങൾ അത്രയും തന്നെ പരിഗണിക്കണം. മദീനയിൽ എത്ര സ്വഹാബി വനിതകൾ വഫാത്തായിട്ടുണ്ട്. ഒരാൾക്കില്ലാത്ത പരിഗണന, ഒരൊറ്റ കുട്ടിക്കും കൊടുക്കാത്ത പരിഗണന, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വരെ കൊടുക്കാത്ത പരിഗണന. തങ്ങളെ ഹയാത്ത് കാലത്ത് 2 ഭാര്യമാര് വഫാത്തായിട്ടില്ലേ? ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ. ഭാര്യമാരുടെ കൂട്ടത്തിൽ 2 സൈനബ് ഉണ്ട്, സൈനബ് ബിൻത് ജഹ്ഷും സൈനബ് ബിൻത് ഖുസൈമയും. സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ ഹയാത്ത് കാലത്ത് തന്നെ വഫാത്തായി പോയ മഹദിയാണ്. ഈ ഭാര്യമാർക്ക് പോലും തങ്ങൾ നൽകാത്ത വലിയ സ്ഥാനവും ബഹുമാനവും തങ്ങൾ കൊടുക്കുന്നു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. കുളിപ്പിക്കൽ കർമ്മം കഴിഞ്ഞാൽ അറിയിക്കണം. ഇങ്ങനെ ഒരു ഭാഷ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസയിൽ കാണാൻ പറ്റുമോ? നമുക്ക് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയുടെ ജനാസയിൽ കാണാൻ പറ്റുമോ? തങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരം സമർപ്പിച്ച ഒരുപാട് സ്വഹാബി വനിതകളുണ്ട്. അവരെ മുന്നിലുള്ള ഏക ലക്ഷ്യം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമായിരുന്നു. തങ്ങൾക്ക് വേണ്ടി പരിരക്ഷണം നൽകിയ, തങ്ങൾക്ക് വേണ്ടി പരിരക്ഷ നൽകിയ ഉഹുദിന്റെ രണഭൂമിയിലെ എത്രയെത്ര മഹദിമാരുണ്ട്. അവർക്കാർക്കും കിട്ടാത്ത വലിയൊരു ബഹുമാനം ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് നൽകുന്നു. എന്തേ കാരണം? ഉമ്മാന്റെ സ്ഥാനത്ത് നിന്ന് സംരക്ഷണം നൽകി. ഉമ്മ സ്നേഹിക്കും പോലോത്ത ഒരു സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് പലർക്കും പോറ്റി വളർത്തിയത് ഉമ്മയല്ല മൂത്തമ്മയാണ് എന്ന് പറയാറുണ്ട്. മനസ്സിലാവും, മൂത്തമ്മ എന്ന് പറയാറുണ്ട്. ചിലര് പറയും എന്നെ പോറ്റി വളർത്തിയത് ഉപ്പാന്റെ സഹോദരിയാണ് അമ്മായി എന്ന് പറയാറുണ്ട്. അത് പറഞ്ഞാ പോരാ, പിൽക്കാലത്ത് അവരോട് ആ സ്നേഹബന്ധത്തിന് കുറവുണ്ടാകരുത്, അവരോട് സഹവാസത്തിന് കുറവുണ്ടാകരുത്, ബഹുമാനത്തിന് കുറവുണ്ടാകരുത്. നന്നാക്കി ബഹുമാനം കൊടുക്കണം, സ്നേഹം കൊടുക്കണം, തൃപ്തിയാകുന്ന തരത്തിൽ ഹദിയകളൊക്കെ കൊടുക്കണം. പാല് വന്നാല്, വസ്ത്രങ്ങൾ വന്നാല്, കൊട്ടക്കണക്കിന് കാരക്ക വന്നാല് മദീനത്തെ പള്ളിയിലെ സ്വഹാബിമാർക്ക് മറ്റൊക്കെ കൊടുക്കും. പക്ഷേ ഒരു 4-5 വിഹിതം വേറെ വെക്കും ആ വസ്ത്രങ്ങളിൽ നിന്ന്. ആർക്കാണ് ആ വിഹിതം? ഒന്ന് നേരത്തെ പറഞ്ഞ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ, സുവൈബത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ, ഇവർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ നീക്കി വെക്കാൻ. അവരെ മറക്കാൻ പറ്റൂല, വിടാൻ പറ്റൂ. അത് കുട്ടിക്കാലത്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞുന്നോ? കഴിയാൻ പറ്റൂല. അത് ജീവിതകാലം മൊത്തമുള്ള ബന്ധമാണ്. അതെങ്ങനെ കഴിയാനാണ്? നമ്മളെ സംരക്ഷിച്ച് വളർത്തി താങ്ങും തണലുമായി നിന്നിട്ട് ഏകദേശം ജീവിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നൽകലോടെ ബന്ധങ്ങൾ കഴിഞ്ഞോ? സഹവാസം കഴിഞ്ഞോ? ഇനി അപ്പിനാ മതിയോ? അങ്ങനെ ചില ചിന്തിക്കുക, നമ്മൾ സ്വന്തം കാര്യം. എന്ത് സ്വന്തം കാര്യം? അങ്ങനെ സ്വന്തം കാര്യമല്ല. അവരൊക്കെ പരിഗണിക്കേണ്ട രൂപത്തിൽ വഫാത്ത് വരെ പരിഗണിക്കണം. നമ്മളെ ജീവിതകാലം കഴിയുന്നത് വരെ പരിഗണിക്കണം. പിന്നെ മൗത്തിനെ ശേഷം നമുക്ക് കൂടെ പറയണമല്ലോ, ഖബറിലേക്കല്ലേ. അക്കാലം വരെ പരിഗണിക്കണം. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയെ കുളിപ്പിച്ചു കഴിഞ്ഞു എന്ന നിർദ്ദേശം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ചെല്ലുന്നു. ചെന്നിട്ട് അവിടുത്തെ തൊലിയോട് ചേർന്ന് കിടക്കുന്ന കുപ്പായം, ആ കുപ്പായം തങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്ന സഹോദരിമാരോട് പറയുന്നു, തൊലിയോട് ചേർത്തി ധരിക്കേണ്ടത് ഈ കുപ്പായമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സ്നേഹം തീരുന്നില്ല, ബഹുമാനം തീരുന്നില്ല, ബന്ധം തീരുന്നില്ല. ജന്നത്തുൽ ബഖീയിലേക്ക് പോകുന്നു. അവിടെയാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ കിടക്കുന്നത്. ജന്നത്തുൽ ബഖീയിൽ ചെന്ന് ഖബർ കുഴിക്കുന്ന ആളുകളോട് പറയുന്നു, തലഭാഗത്തൊന്ന് വിശാലമാക്കണം,
കാൽഭാഗത്ത് ഒന്നുകൂടി വീതി കൂട്ടണം. ഖബർ നന്നായി പരിചരിക്കുന്നു, മണ്ണെല്ലാം എടുത്ത് വൃത്തിയാക്കുന്നു, നല്ലോണം മിനുസമാക്കുന്നു. അവരോട് മുകളിലേക്ക് കയറാൻ പറയുന്നു. സ്വഹാബത്ത് ശ്രദ്ധിക്കുന്നു. പ്രത്യേകിച്ച് ഉമർ റളിയല്ലാഹു അൻഹു നോക്കുന്നു ഓരോ ചലനവും. തങ്ങൾ നേരെ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് ജനാസ കിടക്കും പോലെ വലത്തെ ഭാഗത്ത് ചെരിഞ്ഞങ്ങ് കിടന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിലങ്ങ് കിടന്നു. ഒരൽപ്പനേരം കിടന്നിട്ട് തങ്ങൾ പുറത്തേക്ക് വന്നു. റളിയല്ലാഹുവിന്റെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂലേ, എത്ര സഹോദരിമാരും ഉമ്മമാരും വഫാത്തായി പോയിട്ടുണ്ട്. ആർക്കും നൽകാത്തൊരു പരിഗണന, ആർക്കും നൽകാത്തൊരു ബഹുമാനം, ആർക്കും നൽകാത്ത ഒരു സ്നേഹം ഈ ഉമ്മാക്ക് ഫാത്തിമ ബിൻത് അസ്ർ റളിയല്ലാഹു അൻഹക്ക് നൽകാനുള്ള കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് നിന്ന ഉമ്മയാണത്. എന്റെ ഉമ്മ എനിക്ക് എത്ര സ്നേഹത്തോടെ ഭക്ഷണം തരും, വസ്ത്രങ്ങൾ തരും, എന്നെ കിടത്തും, എന്നെ സന്തോഷിപ്പിക്കും, എന്നെ സ്നേഹിക്കും, എന്നെ ബഹുമാനിക്കും, എന്നെ കൂടെ നിർത്തും. അതേ രൂപത്തിൽ ഒരു ഇഞ്ചും മാറ്റമില്ലാതെ എനിക്ക് സ്നേഹം നൽകിയ, എനിക്ക് സന്തോഷം നൽകിയ എന്റെ ഉമ്മയാണത്. എന്തിനാ തങ്ങളെ ഖബറിൽ കിടന്നത്? സാധാരണ തങ്ങൾ കയ്യിലേക്ക് ജനാസ വാങ്ങിയിട്ട് ഖബറിലേക്ക് വെക്കാറൊക്കെ ഉണ്ട്. അത് സ്വഹാബിമാരെ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകം തങ്ങൾ ബഹുമാനിച്ച പല ആളുകളെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. തങ്ങളെ കയ്യിലേക്ക് ജനാസ വാങ്ങിയിട്ട് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞ് ഖബറിലേക്ക് വെച്ചതുണ്ട്. പക്ഷെ ഇത് ഖബറിലേക്ക് ജനാസ വെക്കുന്നതിന് മുമ്പ് തങ്ങളൊന്ന് കിടന്നല്ലോ. അവിടെ ജനാസ കിടക്കും പോലെ കിടന്നല്ലോ. അതെന്തിനാ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിനൊരു സ്വഭാവമില്ലേ? ആര് വന്നാലും ഒന്ന് പിടിച്ച് എടുക്കുന്ന സ്വഭാവമില്ലേ ഖബറിന്? നമുക്കൊക്കെ പോയി കിടക്കാൻ ഒരു കുഴിയില്ലേ സഹോദരങ്ങളെ? ജനിച്ചതോടെ അല്ലാഹു റെഡിയാക്കിയില്ലേ? നമ്മളതിലേക്ക് നടന്ന് നടന്ന് അടുക്കുന്നു എന്നില്ലേ ഉള്ളൂ. ദൂരം കുറഞ്ഞിരിക്കുകയല്ല, ദൂരം അകന്ന് ദൂരം കുറഞ്ഞ് ഖബറിലേക്ക് നമ്മൾ ഇങ്ങനെ നടന്ന് അടുക്കുകയാണ്. നിശ്ചയിച്ച ഖബറിലേക്ക് നമ്മൾ അങ്ങനെ നടന്നെടുക്കുകയാണ്. ആ ഖബർ എന്റെ ഉമ്മാനെ ഒരിക്കലും ഇടുക്കിക്കൂടാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ നജാ അഹദുൻ മിൻ ലഗ്തത്തിൽ ഖബരി ലനജാ സഅദ് ബിൻ മുആദ്. ഖബറിന്റെ ഇടുക്കിൽ നിന്ന്, കൂട്ടിപ്പിടിച്ച് ഘടിപ്പിക്കുന്ന ഇടുക്കത്തിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷ അല്ലാഹു നൽകുമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നില്ലേ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പോലും ഖബർ ഇടുക്കി പോയില്ലേ? മഹാനവറുകൾ ചെറിയ ആളാണോ? അല്ല. വഫാത്തായപ്പോ അല്ലാഹുവിന്റെ അർശല്ലേ വിറച്ചത്? അനുശോചനം രേഖപ്പെടുത്തിയതാണ്. നമ്മൾ വഫാത്തായാൽ ഏത് കെട്ടിടം അറിയാനാണ്? ഏത് മരങ്ങൾ അനുശോചിക്കാനാണ്? നാളെ അർശ് എന്ന് പറയുന്ന തണൽ നൽകുന്നൊരു വലിയ സൃഷ്ടിയില്ലേ? ആ സൃഷ്ടി വിറച്ചുപോയ മരണമാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം. വിശുദ്ധ ഇസ്ലാമിന്റെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമുള്ള പിന്തുണ നൽകിയ മഹാനാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ബദറിലേക്ക് തങ്ങൾ സ്വഹാബത്തിനോടൊപ്പം നീങ്ങുമ്പോ മുഹാജിറുകൾ വളരെ കുറവാണ്. 200-ലധികം വരുന്നത് അൻസാറുകളാണ് ആ കൂട്ടത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശം വന്നു, അല്ലാഹുവിന്റെ റസൂലേ, കച്ചവട സംഘം രക്ഷപ്പെട്ട് മക്കയിലെത്തിപ്പോയി. മറ്റൊരു സംഘം വരുന്നുണ്ട്, അത് നിങ്ങളോട് നേരിടാനാ വരുന്നത്. അവരെ നേരിടാൻ വരുമ്പോ തിരിച്ച് അവരോടൊന്ന് പ്രതിരോധിക്കാൻ അല്ലാഹ് നിങ്ങൾക്ക് സമ്മതം തന്നിരിക്കുന്നു. അത് സ്വഹാബിമാരെ അറിയിച്ചപ്പോ മുഹാജിറുകൾക്ക് അതിൽ പരിഭവമില്ല. അവര് നാടും വീടും കുടുംബവും സ്വത്തും ഒക്കെ ഒഴിവാക്കി തങ്ങളോടൊപ്പം ചേർന്നവരല്ലേ. പക്ഷേ ബഹുഭൂരിപക്ഷമുള്ളത് അൻസാറുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം മൗനം പാലിച്ചപ്പോ അൻസാറുകളെ നേതാവായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞങ്ങളെ മറുപടിക്ക് വേണ്ടിയാണോ തങ്ങൾ കാത്തു കഴിയുന്നത്? തങ്ങൾ പറഞ്ഞു, അതെ, നിങ്ങളെ മറുപടിയാണ് എനിക്ക് വേണ്ടത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ പറഞ്ഞോട്ടെ. അൻസാറുകളെ മൊത്തം ക്യാപ്റ്റനായിട്ട് ആ കൂട്ടത്തിലുള്ളത് മഹാനവറുകളാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും തങ്ങളോട് പറയൂല.
മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് ഡയറക്റ്റായി ഭക്ഷണം വാങ്ങിക്കൊടുത്ത്, നല്ല ജലാശയങ്ങൾ ഒരു പാറക്കല്ലിൽ നിന്ന് അടിച്ചിട്ട് കുടുംബങ്ങൾക്കൊരു വില്ലു മടക്കാതെ സൗജന്യ വെള്ളം കൊടുത്ത്, മേഘത്തിന്റെ തണല് വാങ്ങിക്കൊടുത്ത്, ഇഷ്ടം പോലെ ബഹുമാനങ്ങൾ അള്ളാഹുവിൽ നിന്ന് വാങ്ങിക്കൊടുത്ത സമൂഹം ധിക്കാരികളായ ആളുകളോടൊന്ന് ചെറുത്തു നിന്ന് അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഒന്ന് ക്ഷണിച്ച സമയത്ത് ആ സമൂഹത്തിന്റെ മറുപടി ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. നിങ്ങളും നിങ്ങളെ പടച്ചവനും പോയി യുദ്ധം ചെയ്തോളി, ഞങ്ങൾ ഇവിടെ വീട്ടിൽ വിശ്രമിക്കാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയൂല. ഞങ്ങളെ ഭാഷ എന്താണെന്നറിയോ തങ്ങളെ? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകും മുഖാതിലൂൻ. ഞങ്ങൾ തങ്ങളോടൊപ്പം അടി ഉറച്ചു തന്നെ ഉണ്ടാകും, ഒരിക്കലും ഞങ്ങൾ പിന്തിരിയൂല. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പർവ്വതം ചാടി കയറി അപ്പുറത്തെത്താനാ തങ്ങൾ നിർദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിനൊരുക്കമാണ്. കര കാണാത്തൊരു കടൽ നീന്തിക്കടന്ന് അക്കരെ എത്തണമെന്നാണോ തങ്ങൾ പറയുന്നത്? ഞങ്ങൾ അതിന് സന്നദ്ധരാണ്. ഈ മറുപടി കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധീരോദാത്തമായ ഈ പിന്തുണ നൽകിയ വലിയ മഹാനുഭാവനാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ചെറിയ മഹാനല്ല. ആ മഹാനുഭാവൻ വഫാത്തായപ്പോ അർശ് വരെ കിടുകിട വിറച്ചുപോയി. ഖബറിലേക്ക് വെച്ചപ്പോ ഖബറൊന്ന് പിടിച്ചു നെടുക്കി. ആ തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും അതിൽ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു. മഹാനെ പോലും ഖബറെടുക്കിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളൊക്കെ വരുമ്പോ ഖബർ എടുക്കും, എന്നെയും എടുക്കും, നിങ്ങളെ എടുക്കും. പക്ഷെ അത് പിടുത്തം വിടാത്ത എടുക്കമാകരുത്. അവിടെയാണ് നമ്മൾ കൊടുക്കുക. ഒരാലിംഗനം എന്ന അർത്ഥത്തിൽ ഖബറിന് അങ്ങനെ എടുക്കുന്ന ഒരു അണച്ചുകൂട്ടുന്ന ഒരു സ്വഭാവമുണ്ട്, ഇപ്പോഴുണ്ടത്. പിടുത്തം വിടാത്ത രൂപത്തിൽ ഖബർ അങ്ങനെ പിടിച്ചൊന്ന് കുലുക്കി ശരിക്കൊന്ന് എടുക്കുന്നുണ്ട്. അത് വിശ്വാസരംഗത്ത് വൈകല്യം സംഭവിച്ച ആളുകളെയാണ്. വാരിയല് കോർക്കും വിധത്തിലുള്ള ഒരു ഇടുക്കമുണ്ട് ഖബറിന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് സംഭവിച്ചാൽ പിന്നെ ഒരു നിലക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാതെ ഒരു വരവേൽപ്പിന്റെ ഭാഗമായിട്ടൊരു അണച്ചുകൂട്ടലുണ്ട്. ആ അണച്ചുകൂട്ടലാണ് സഅദ് റളിയല്ലാഹു അൻഹു ചെയ്തത്. പക്ഷെ അത് സഹിക്കാത്തത് കൊണ്ട് ഖബറിന്റെ പുറത്തു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തസ്ബീഹ് ചൊല്ലി. സ്വഹാബത്തിന് മനസ്സിലാകുന്നില്ല എന്തിനാണ് തസ്ബീഹ് എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരും കൂടെ ചൊല്ലി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. കുറെ നേരം തസ്ബീഹ്. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ തക്ബീർ തുടങ്ങി. അപ്പൊ അവരും ചൊല്ലി തക്ബീർ. രണ്ടും നിർത്തലായപ്പോ ചോദിച്ചു, ലിമ സബ്ബഹത സുമ്മ കബ്ബർത തവീലാ. ദീർഘിച്ച നേരം തസ്ബീഹ് ചൊല്ലിയല്ലോ നബിയെ, പിന്നെ കുറെ നേരം തക്ബീറും ചൊല്ലിയല്ലോ, എന്തിനാണെന്ന് മനസ്സിലായില്ല. തങ്ങൾ ചൊല്ലിയപ്പോ ഞങ്ങളും കൂടെ അങ്ങ് ചൊല്ലി. ഞങ്ങളോട് അങ്ങനെയല്ലേ കൽപ്പിക്കപ്പെട്ടത്? തങ്ങൾ നിർവഹിക്കുമ്പോ കൂടെ നിർവഹിക്കാനല്ലേ കൽപ്പന, പിൻപറ്റാനല്ലേ ഞങ്ങളോട് നിർദ്ദേശം. ഞങ്ങളും ചെയ്തു. തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ പുറംഭാഗത്ത് നിന്ന് തങ്ങൾ പറയാണ്, ലഖദ് തളായഖ അലാ ഹാദൽ അബ്ദി സ്വാലിഹി ഖബ്റുഹു. ഈ നല്ല മനുഷ്യനെ ഖബർ ഇടുക്കിപ്പോയി. അതൊരിക്കലും എന്റെ ഉമ്മാനെ ഖബറെടുക്കൂല. അതിനാണ് ഞാനൊന്ന് ഇറങ്ങി കടന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു സ്നേഹ! തങ്ങൾ പറഞ്ഞു, ഇതേ ഹദീസിന്റെ വേറെ റിപ്പോർട്ടിൽ കാണാം, എന്റെ മകൻ ഇബ്രാഹിമിനെ പോലും ഖബറെടുക്കിയിട്ടുണ്ട്. ആ ഉമ്മാനോട് കാണിച്ചൊരു സ്നേഹസ്പർശമായ ബന്ധമില്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കിട്ടാക്കനിയായിരിക്കുന്ന? അതാണ് നമുക്ക് കണക്ഷൻ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ. ഇവരോടൊന്നുമല്ല, പുറത്തുള്ള വേറെ കുറെ ആൾക്കാരോടാണ്. പറ്റാത്തവരോടും പറ്റുന്നവരോടായ കുറെ ആൾക്കാരോട്. അകത്തിരിക്കുന്ന കുറെ അകക്കടമ്പുകളുണ്ട്, അവരോടൊന്നും നമുക്ക് ടച്ചില്ല, ബന്ധമല്ല, സ്നേഹമല്ല, സഹവാസമല്ല. പുറത്തിരിക്കുന്ന കുറെ ആളുകൾക്ക് അവരോടാണ്. ചില ആളുകൾ കൂട്ടുകാരോട് ഇഷ്ടം പോലെ നേരെ വർത്തമാനം പറയും. വർത്തമാനം പറയുന്നത് കുഴപ്പമൊന്നുമില്ല. വീട്ടിലേക്ക് മോനെ എവിടെ, ഒരു കാര്യം ചോദിക്കാണ്ട്, എനിക്ക് തിരക്കാണ്, നാളെ നോക്കാം, ഇപ്പൊ സംസാരിക്കാൻ നേരമില്ല. അപ്പൊ മോനെ നീ ഇത്രയും നേരം 10 മണി നേരം വർത്തമാനം. അതെന്റെ കൂട്ടുകാരനോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാണ്. 5 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ കണ്ടത്. ആ 5 കൊല്ലത്തിന് ശേഷം കാണുന്ന കൂട്ടുകാരനാണോ ബന്ധം? ഈ നിലക്ക് ജന്മം നൽകിയിട്ട് ശിക്ഷണം നൽകിയ മാതാവിനോടാ ബന്ധം. മാതാവ് പറയാണ്, ഒന്ന് ഇവിടെ ഇരിക്കും, കുറച്ചു നേരം സംസാരിക്കാറുണ്ട്. അപ്പൊ ഇയാൾ പറയാൻ, തിരക്കാണ്, നിനക്ക് ടൈമില്ല, നാളെ വേണമെങ്കിൽ നോക്കാം. മരണം പോലും ചിന്തല്ലാതെ അങ്ങനെ പറയാൻ പറ്റുമോ? നാളെ ആര് ബാക്കിയിരിക്കും? ആ ഉമ്മ മരണപ്പെട്ടു പോയ ഇന്നലെ എന്നെ സംസാരിക്കാൻ വേണ്ടി 10 മിനിറ്റ് അടുത്തിരിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ദ്വാരുന്നിട്ട് കാര്യമുണ്ടോ?
അതല്ലേ ആ സഹവാസത്തിന്റെ മധുരം കൊടുക്കണം. നല്ലോണം സഹവസിക്കണം. ഭാര്യമാരോട് ഭർത്താക്കന്മാര് നല്ലോണം സഹവസിക്കണം. അവരെ കൂടെ ഇരുന്നിട്ട് അവരോട് വർത്തമാനം പറയണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പാലിച്ച സഹവാസമാണ്. ഭാര്യമാര് 9 പേരും തങ്ങളെ ചുറ്റുഭാഗത്തും ഇരുന്ന് വർത്തമാനം പറയുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നമ്മളെ വീട്ടിൽ ഒരു ഭാര്യ ഉണ്ടായാൽ തന്നെ എന്തൊരൊച്ചുണ്ടാവും. 2 ഭാര്യമാരും സഹോദരിമാരൊക്കെ ഉണ്ടായാൽ തന്നെ 9 ആളും ചുറ്റും ഇരുന്നിട്ട് വർത്തമാനം പറയാണ്. ഒരു ഭാഗത്തിരിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ സഹവാസാണ്. ചില ആൾക്കാർ മനസ്സിലാക്കിയത് തങ്ങൾ ഇങ്ങനെ പരിപാടി തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരെ വിശ്രമിക്കുക, പോക വരെ, അങ്ങനൊന്നല്ല. ആ വീട്ടിൽ വന്നിരുന്നത് ഏത് വീട്ടിലാണോ തങ്ങളുള്ളത്, 9 മുറികളിൽ ഏത് മുറിയിലാണോ, ബാക്കി 8 മുറികളിൽ നിന്നും അങ്ങോട്ട് ആളുകൾ എത്തും. നമ്മുടെ ഉമ്മമാരെത്തും. അവരോരോ ഭാഗത്തിരിക്കും. എന്നിട്ട് വർത്തമാനങ്ങൾ അങ്ങനെ പറയും. ആ ഉള്ള നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ അത് കേൾക്കും. ചിലപ്പോൾ അവിടെ ക്രോസിംഗ് ഒക്കെ ഉണ്ടാകും. അത് തെറ്റല്ലാത്ത രൂപത്തിലാണെങ്കിൽ തങ്ങളും അതിലൊന്ന് പങ്കെടുക്കും. അത്ര തന്നെ. തെറ്റാകുന്ന ഭാഷ നീണ്ടുപോയാൽ അവിടെ തങ്ങൾ പ്രതിരോധിക്കുക. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അത് പ്രതിരോധിക്കും, അത് തിരുത്തും. അല്ലെങ്കിൽ അവിടെ അവരെ കൂടെ ഇരുന്നിട്ട് ഈ വർത്തമാനങ്ങൾ തങ്ങൾ ഇങ്ങനെ കേൾക്കാൻ, വിവരങ്ങൾ അന്വേഷിക്കുന്നത്, പരസ്പരം പറയുന്നത്. എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിൽ 9 ആളും ഒരുമിച്ച് കൂടി എന്ന് പറയുമ്പോൾ തന്നെ സ്നേഹത്ര വലുതാ അല്ലേ? ഇന്നിപ്പോ 2 ഭാര്യമാര് പലർക്കും ഉണ്ടാകും. പക്ഷെ 2 പേരും ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയും ചിലരൊക്കെ. 2 പേരും ഒരിക്കലും കണ്ടിട്ടില്ല, ഇനി കാണാതിരിക്കാൻ വേറെ കിടന്നു പറയും. ഇതങ്ങനല്ല. ഇത് 9 ഭാര്യമാരും ഒരേ മുറിയിൽ ഇരുന്ന് വർത്തമാനം പറയാൻ. അപ്പൊ ഈ ശബ്ദം കേട്ടുകൊണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ വരുന്നു ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളെ ഉമ്മമാരിൽപ്പെട്ട ഒരു ഉമ്മ പതുക്കെ എണീറ്റപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. ബാക്കിയുള്ള ഉമ്മമാരോട് പറഞ്ഞു, ഉമർ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഉള്ളിലേക്ക് അങ്ങ് പോയി. അവിടെ ആകെ ശാന്തമായി, നിശ്ചലാവസ്ഥയിലായി. ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് സലാം പറഞ്ഞു. ഞാനിവിടെ വരുമ്പോ പുറത്തുനിന്ന് എന്തോ ശബ്ദം കേട്ടല്ലോ നബിയെ, കുറെ ആളുകൾ സംസാരിക്കുന്നു, ഇപ്പൊ ഒച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിങ്ങളെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചുപ്പ് എന്തിനാ അവർ നിർത്തിയത്? തങ്ങളെടുത്തുനിന്ന് വർത്തമാനം പറയില്ല, ആ വർത്തമാനം പറയുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് എനിക്ക് കയറിയാൽ മതിയല്ലോ. ഇത് ഇടയ്ക്ക് വെച്ച് ഷടംബറയ്ക്കിട്ട് ഉള്ളിലേക്ക് പോയത് എന്തിനാ? അപ്പൊ ഉമ്മമാരെ കൂട്ടത്തിൽ ഒരു ഉമ്മ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് പേടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളോടുള്ള പേടിയുണ്ട് ഞങ്ങള് പെട്ടെന്ന് ഉള്ളിലേക്ക് പോയതാ. കാരണം നിങ്ങളെ ഈമാനികമായ ആ സ്ട്രോങ് കൊണ്ട് നിങ്ങളെ പേടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചൂടായി. എന്നെ നിങ്ങൾ പേടിക്കേണ്ടത്, നിങ്ങൾ പേടിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അല്ലാഹു തആല കഴിഞ്ഞ അല്ലാഹുവിന്റെ റസൂലല്ലേ പേടിക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ആ വൈക്കാണ് സ്ട്രോങ് ആയി ഇങ്ങനെ പറയുന്നത്. അങ്ങനെ സ്ട്രോങ് ആയപ്പോൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞാലും നിങ്ങളെ പേടിയാണ്. അങ്ങനൊക്കെ നിങ്ങൾ പറഞ്ഞാലും നിങ്ങളോടുള്ള ഒരു ബഹുമാനത്തിന്റെ പേടിയുണ്ട്. ആ പേടി കൊണ്ടാണ് സംസാരങ്ങളൊക്കെ നിർത്തി ഞങ്ങൾ വേഗം ഉള്ളിലേക്ക് വലിഞ്ഞത്. അപ്പൊ വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അവരോട് ഉമ്മമാരോട് ഒന്നുകൂടി സ്ട്രോങ് ആയി പറയാൻ വേണ്ടി എന്നപ്പോ ആ ഉമ്മമാരുടെ കൂട്ടത്തിൽ ഒരു ഉമ്മ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ. എല്ലാ മഹദിമാരും ഉള്ളിലേക്ക് പോയപ്പോ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പോയിട്ടുണ്ട് ഉള്ളിലേക്ക്. അതെന്റെ വാപ്പല്ലേ, കുഴപ്പമില്ല നടന്നില്ല. അവരുടെ കൂട്ടത്തിൽ മഹദിയും പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഉമറേ നിങ്ങൾ അവരോട് ചൂടാകേണ്ടത്, അള്ളാഹു നിങ്ങൾക്ക് എന്നൊരു ബഹുമാനമാണ്. അള്ളാഹു നിങ്ങൾക്ക് എന്നൊരു ബഹുമാനമാണ്. ഇദാ സലക്ത ഫജ്ജൻ സലക ശൈത്വാനു ഫജ്ജൻ ഗൈറ ഫജ്ജിക്. ശൈത്താന് പോലും നിങ്ങളെ പേടിയാണ്. അത് അള്ളാഹു നിങ്ങൾക്ക് എന്നൊരു ബഹുമാനമാണ്. നിങ്ങൾ റൂട്ടിലേക്ക് വരികയാണെങ്കിൽ അത് ജുമഅക്കാകട്ടെ, ജമാഅത്തിനാകട്ടെ, ജനങ്ങളെ നിരീക്ഷിക്കാനാകട്ടെ, സാമൂഹ്യ പ്രവർത്തനാകട്ടെ, ആ റൂട്ടിൽ ശൈത്താൻ വരൂല. വേറെ റൂട്ടിൽ അയാൾ വേറെ വഴി തെരഞ്ഞെടുത്ത് പോകും. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു ബഹുമാനല്ലേ. അതുകൊണ്ട് ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ ഖൽബിലുള്ള ബഹുമാനവും അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു ബഹുമാനമാണ്. നിങ്ങൾ ചെറിയ ആളൊന്നുമല്ല. ഉമർ റളിയല്ലാഹു അൻഹു ശാന്തമായി. എന്റെ വിഷയം 9 പേരും ഒരുമിച്ചിരുന്ന് അവരെ വർത്തമാനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമ്പോ എന്തൊരു സഹവാസമാണത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ഒരു സ്വഹാബി വന്നിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ രാത്രിയിലെ തങ്ങളുടെ സല്ലാപത്തിന്റെ വിഷയങ്ങൾ, തങ്ങൾ ഭാര്യയുമായി ഇണങ്ങിച്ചേരുന്ന വിഷയങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ, നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാടുണ്ട്. ഭക്ഷണം കഴിച്ച് നേരെ പോയി കിടക്കുക, അവനെന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക, അങ്ങനല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എന്നോടൊപ്പം ഓരോ സഹോദരിമാരുടെ വീട്ടിലേക്ക്, ഭാര്യമാരുടെ വീട്ടിലേക്ക് തങ്ങൾ പോകുമ്പോഴും ഇതേ മാതൃകയാണ്. ഒരല്പനേരം ഇരുന്ന് സംസാരിക്കും, മനസ്സിൽ നല്ല സന്തോഷമുള്ള സംസാരങ്ങൾ പറയും. എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾ പങ്കുവെക്കും. എന്റെ ആവശ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ഉന്നയിക്കും, ഞങ്ങൾ അതിന് മറുപടി പറയും. അങ്ങനെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല രൂപത്തിലും നല്ല ഭാവത്തിലുമാണ് സഹോദരങ്ങളെ ബന്ധം പുലർത്തുന്നത്. ചില സഹോദരിമാര്, ചില ഭാര്യമാര് ചിന്തിക്കും, പഠിച്ചോനെ ഒന്നും ഇയാളോട് പറയാനും കഴിയൂല,
മൂപ്പര് വരും, മൂപ്പര് ആഗ്രഹം നിർവഹിച്ചങ്ങ് പോകും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് പിന്നെ പറയാന്ന് പറയാം. അങ്ങനല്ല, ആഗ്രഹങ്ങളൊക്കെ കേട്ടുകൊടുക്കണം, അതിനൊരു സമയം കാണണം. അവരെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ചർച്ചകൾക്കൊക്കെ നിന്ന് കൊടുക്കണം. അവരെ കൂട്ടത്തിൽ കൂടുമ്പോൾ അവരോട് വിഷയങ്ങൾ പറയണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചർച്ച നടത്തിയത് കണ്ടില്ലേ നിങ്ങൾ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഹുദൈബിയയിൽ തങ്ങൾ പോയി. അവിടെ ഖുറൈശികൾ മുശ്രിക്കുകൾ വന്നപ്പോ ഹുദൈബിയയിൽ വാഹനമൊക്കെ തടഞ്ഞ് എല്ലാവരും ഒരു ഭാഗത്തിരുന്നപ്പോ മുഹാജിരീങ്ങളും അൻസാറുകളൊക്കെ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും ആളുകളില്ലേ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാനല്ലേ പോകുന്നത്, ആരെയും എതിർക്കാനും തോൽപ്പിക്കാനും അല്ലല്ലോ, എന്തിനു നമ്മൾ ഇവിടെ നിൽക്കണം എന്നൊക്കെ ചർച്ച നടക്കുമ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നോക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദി പറഞ്ഞു, നമുക്ക് ഖൈറ് ഇവിടെ വെച്ച് ഉംറയിൽ നിന്ന് തഹല്ലുലായി എന്തെങ്കിലുമൊക്കെ കരാർ ചെയ്താണെങ്കിൽ എഴുതിയിട്ട് പിരിഞ്ഞ് നാട്ടിലേക്ക് തന്നെ പോകലാണ് ഖൈറ്. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച മാർഗം. അതാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അഭിപ്രായം ചോദിച്ച വിഷയത്തിൽ എത്രമാത്രം വലിയൊരു സ്നേഹവും ബഹുമാനവുമാണത്. നമ്മുടെ ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു അന്വേഷണവും ചർച്ചവും നല്ലതാണ്. നല്ല തീരുമാനങ്ങൾ പറയാനും അല്ലാഹു തആല അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ. നല്ല അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ സ്വീകരിക്കാൻ എളുപ്പമാണല്ലോ. നല്ല സഹവാസങ്ങൾ നിലർത്തണം. ഉമ്മമാരോട് സഹോദരങ്ങളോട് മൊത്തത്തിൽ പറയട്ടെ, നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്യണം. ആരാ നല്ല കൂട്ടുകാര്? നമ്മളോടൊപ്പം നിത്യജീവിതത്തിൽ സഹവസിക്കേണ്ട ആള്, ദീനിൽ അയാളെ കണ്ട് മാതൃകയാക്കാൻ പറ്റിയ ആളാകണം. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനാ വലാ യഅകുൽ തആമക ഇല്ലാ തഖിയുൻ. മുഅ്മിനോടല്ലാതെ നീ സഹവസിക്കരുത്. നിന്റെ ഫ്രണ്ട്, നിന്റെ ഫ്രണ്ട്ഷിപ്പ്, അവനെ കണ്ടാൽ നല്ല കാര്യങ്ങൾ നിന്നെ ഓർമ്മപ്പെടുത്തി തരും, ആഖിറത്തിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തും, ദീനീ പ്രവർത്തനങ്ങൾ നിന്നെ സജീവമാക്കും, മഹാന്മാരെ സവിധത്തിൽ പോകാൻ നിന്നെ സഹായിക്കും, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു ഓർമ്മപ്പെടുത്തും. നീ അവന്റെ കൂടെ നടക്കുമ്പോ നിനക്ക് ജമാഅത്തിൽ താല്പര്യമില്ലെങ്കിൽ അവൻ താല്പര്യം ഉണ്ടാക്കി തരും. ഞാൻ ജമാഅത്തിന് പോകാണ്, നീ പോരുന്നോ? ഞാനും വരാം. രണ്ടുപേരും ഒരുമിച്ച് കൂട്ടുകാരല്ലേ. ദുനിയാവ് മാത്രം ചിന്തിപ്പിക്കുന്ന ആളല്ല, ആഖിറത്തിലേക്ക് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന കൂട്ടുകാര്, അവരാണ് ഏറ്റവും നല്ലവര്. പടച്ചോനെ ഓർമ്മപ്പെടുത്തുന്ന മഹാന്മാര്, മനുഷ്യന്മാര്, അവരാണ് സഹവസിക്കാൻ ഏറ്റവും നല്ലവര്. അവർ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തി തരും, മറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും, നന്മയിൽ സഹായിക്കും. അഥവാ നമ്മളെ കയ്യിൽ നന്മക്കുള്ള പഴുതില്ലെങ്കിലോ അവരുടെ സഹായത്തിൽ നിന്നൊരു സഹായം നമുക്ക് തന്ന് നമ്മളെ കൂടെ നിർത്തിയവര് സഹായിക്കും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ തവണ ഹിജ്റ പോകാൻ സമ്മതം ചോദിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോകാൻ അവിടെ ഇരിക്കട്ടെ, ഞാൻ സമ്മതം തരാം, നിങ്ങൾ അവിടെ ഇരിക്കൂ. പലരും നേരത്തെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റക്ക് പോവുകയാണെന്ന വിവരം വന്ന് പറഞ്ഞപ്പോ, അല്ലാഹു അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ, സിദ്ദീഖ് തങ്ങൾ ആദ്യത്തെ ചോദ്യം, അസ്സുഹബത യാ റസൂലല്ലാഹ്, കൂടെ സഹവാസിയായി എന്നെയും കൊണ്ടുപോകുമോ? ഞാനും തങ്ങളെ കൂടെ സഹവസിച്ചു വരട്ടെ, നിങ്ങളും എന്റെ കൂടെ വന്നോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ബാപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ പോരട്ടെ എന്നിങ്ങനെ ചോദിച്ചിട്ട് സമ്മതം കിട്ടിയ നേരത്ത് ഒരു കരച്ചിൽ കരഞ്ഞു. സന്തോഷത്തിന്റെ കരച്ചിൽ എന്ന് പറഞ്ഞ കരച്ചിൽ കണ്ടത് ഞാൻ അന്നാണ്. ഹിജ്റക്ക് തങ്ങളെ കൂടെ പോകാൻ അനുവാദം കിട്ടിയപ്പോഴുള്ളൊരു സന്തോഷത്തിന്റെ കണ്ണീർക്കണങ്ങൾ എന്റെ ഉപ്പയിൽ നിന്ന് ഉറ്റി വീഴുന്നത് ഞാൻ കണ്ടു എന്ന് സയ്യിദത്തുനാ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ. എത്രമാത്രം വലിയ സഹവാസമാണ്. ആ സഹവാസം കൊണ്ടല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് സ്വഹാബിമാര് പറഞ്ഞത്. പലരും പറഞ്ഞല്ലോ, സിദ്ദീഖ് തങ്ങളെ, ഞങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു ബഹുമാനം അല്ലാഹു നിങ്ങൾക്ക് മാത്രം തന്നിട്ടുണ്ട്. എനിക്ക് മാത്രമോ? അതെ, നിങ്ങൾക്ക് മാത്രം. ഉമർ റളിയല്ലാഹു അൻഹു അത് കിട്ടിയിട്ടില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് കിട്ടിയിട്ടില്ല, അലി റളിയല്ലാഹു അൻഹു അത് കിട്ടിയിട്ടില്ല, ബാക്കി ഒറ്റ സ്വഹാബത്തിനും അത് കിട്ടിയിട്ടില്ല. എന്താണത്? നിങ്ങൾ രണ്ടുപേരും ഗുഹയിലായിരിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷത്തിന് പറഞ്ഞൊരു വചനം എന്താണ്? ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. മുത്തുനബി തങ്ങളോട് പറയാൻ അല്ലാഹു ഏൽപ്പിച്ച വാക്കെന്താണ്? ലാ തഹസൻ, സിദ്ദീഖ് തങ്ങളെ നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ ദുഃഖിക്കരുത്. അവർ ഗുഹയുടെ മുകളിലെത്തിയിട്ട് കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേ നബിയെ? ഇല്ല, ഒരാളും കാണൂല. ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട.
ഇന്നല്ലാഹ മഅനാ. അത് നിങ്ങൾക്ക് പ്രത്യേകം കിട്ടിയ ഒരു സഹായമാണ്. അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സഹായം എനിക്കും നിങ്ങൾക്കുമുണ്ട്, നമ്മളോടൊപ്പമുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ മൂന്നാമത്തെ ഒരാളില്ലല്ലോ, രണ്ടാള് മാത്രമല്ലേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിയിട്ടല്ലേ ഈ പറഞ്ഞത് ഇന്നല്ലാഹ മഅനാ. അള്ളാഹുവിന്റെ പ്രത്യേക സഹായം നമുക്കുണ്ട്. അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേക സഹായവും സംരക്ഷണവും ഉണ്ട്. ഉമർ റളിയല്ലാഹുവിനെ പോലത്തെ മഹാന്മാര് പറഞ്ഞത് ആ ഒരു മഅയ്യത്ത്, ആ ഒരു മഊനത്ത്, ആ ഒരു സഹായം ഞങ്ങൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. അത് നിങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കും മാത്രമല്ലേ കിട്ടിയത്. അത് ആ സഹവാസത്തിന്റെ ഒരു ബഹുമാനമാണ്. ചെറിയൊരു ബഹുമാനമല്ല, വലിയ ബഹുമാനമാണ്. നല്ല മനുഷ്യന്മാരെ കൂട്ടുകാരായി പിടിക്കണം. ആ നല്ല മനുഷ്യന്മാരെ കൂട്ടുകാരായി പിടിക്കുമ്പോ മൗത്തിന്റെ നേരത്തെ അവര് നമ്മെ സഹായിക്കും. ഖബറും പുറത്തു വരുമ്പോ അതിനും നമുക്ക് സഹായമാണ്. അവര് വന്ന് സലാം പറയുമ്പോഴും സഹായമാണ്. അവര് വന്നിട്ട് സിയാറത്ത് ചെയ്യുമ്പോഴും സഹായമാണ്. അവര് നമ്മളെ ഓർക്കുമ്പോഴൊക്കെ സഹായമാണ്. അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവനും നമുക്ക് ഖബറിൽ സന്തോഷമാണ്. അതിന് നല്ല കൂട്ടുകാരെ നമ്മൾ കൂർഗെ പിടിക്കണം. മുത്തഖീങ്ങളാണ് കൂട്ടുകാരായി വേണ്ടത്. അല്ലാത്ത കൂട്ടുകെട്ടുകൾ മുഴുവനും ആഖിറത്തിൽ തെറ്റിപ്പോകുമട്ടോ. എന്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ദുനിയാവിന്റെ അലങ്കാരം കണ്ട് ദുനിയാവിന്റെ പ്രൗഢിയിൽ കണ്ണും ചാർന്നു നിന്ന് ഏതെങ്കിലും ഒരാളെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ സ്നേഹിക്കുമ്പോ അവന് ഫാസിഖായി കൂടാ, കാഫിറായി കൂടാ, മുനാഫിഖായി കൂടാ, മുബ്തദിആയി കൂടാ. മുസ്ലിമിന്റെ പേരുണ്ടെങ്കിലും അള്ളാഹുവിൽ തികഞ്ഞ വിശ്വാസമില്ല, അവൻ യുക്തിവാദിയാണ്. മഹാന്മാരുടെ ബഹുമാനങ്ങളിൽ ഈമാനില്ല. അവന്റെ കയ്യിൽ നിനക്ക് കാണാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന ഒന്നല്ല, ദുനിയാവിന്റെ വിശാലതയാണ്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ലല്ലോ അല്ലാഹു കൊടുത്തിട്ടുള്ളത്. ഇഷ്ടം പോലെ കൊടുത്തത് മുഅ്മിനീങ്ങളല്ലാത്തവർക്കല്ലേ. ഇന്നും ലോകതലത്തിൽ നിങ്ങളൊന്ന് എണ്ണി നോക്കൂ. നമ്മുടെ ഇന്ത്യ രാജ്യം മൊത്തം വിലക്കെടുക്കാൻ മാത്രമുള്ള സമ്പത്തിന്റെ സമൃദ്ധിയുള്ളത് ഒരു മുഅ്മിനിന്റെ കയ്യിലല്ല. അതുകൊണ്ട് ഒരു നിലവാരമുള്ള സംഗതിയല്ല അത്. ദുനിയാവ് കണ്ടുകൊണ്ട് മാത്രം ഒരാളെ കൂട്ടുകാരനാക്കരുത്. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനാ. നിന്റെ സഹവാസം മുഅ്മിനോട് വേണം. ഏത് കൂട്ടുകാര് പിരിഞ്ഞാലും നമ്മളെ സഹായിക്കുന്ന ആഖിറത്തിലെ കൂട്ടുകാരാകണം. അൽഅഖില്ലാഉ യൗമഇദിൻ